ഓക്കെ, യെസ്. നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ഓൺ ദ ഗോയിൽ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ എവരി വൺ ഗുഡ് ഈവനിങ്. എല്ലാവരും റെഡി അല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? റെഡി അല്ലേ? ഓക്കെ, യെസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ആ, പറ്റുന്നവരുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് ഇരുന്നാൽ ബെറ്റർ ആയിരിക്കും. എനിക്കും ബെറ്റർ ആയിരിക്കും, നിങ്ങൾക്കും ബെറ്റർ ആയിരിക്കും. നമുക്ക് ഒന്നുകൂടിയും ഒരു എൻഗേജിങ് രീതിയിൽ എന്താക്കാം, നമുക്ക് ക്ലാസ്സിനെ കൊണ്ടുപോകാം. സോ മാക്സിമം പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല എന്നറിയാം, ക്യാമറ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിന് ഒരു എക്സ്ക്യൂസ് തരാം. നാളത്തതിന് മാക്സിമം എല്ലാവരും നിർബന്ധമായിട്ട് എന്താക്കുക, ക്യാമറ ഓൺ ചെയ്തിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുന്നവരെന്താക്കുക, മാക്സിമം ഓൺ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ ഇതാക്കിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. സോ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താക്കുക, ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഒന്നുകൂടിയും നമുക്ക് കൂടുതൽ പരിചയപ്പെടാനും ഇതാക്കാനൊക്കെ ബെറ്റർ ആയിരിക്കും. യെസ്, തൻസീബ് സാർ. ഓക്കെ, താങ്ക് യു. സോ അതുപോലെ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. വേറെ ആരുള്ളത്? ഓക്കെ, യെസ്. സോ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. 1 മിനിറ്റ്. ഓക്കെ, യെസ്. സ്ക്രീന് വിസിബിൾ ആണോ നിങ്ങൾക്ക്? വിസിബിൾ ആണല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നൈസ്, താങ്ക് യു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മളുടെ ക്ലാസ് AI-യുടെ 10 ഡേയ്സിൻ്റെ ബൂട്ട് ക്യാമ്പ് സെഷൻസ് ഇന്ന് മുതൽ എന്താക്കാൻ പോവാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ പുതിയൊരു ലേണിംഗ് ആയിട്ട് ജീവിതത്തിലേക്ക് പുതിയൊരു അറിവ് എന്താക്കാൻ പോവാണ്, നമ്മൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവാണ്. സോ ഒരുപക്ഷെ നമുക്ക് മുൻപ് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ മുന്നേ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ അറിയാത്ത ഒരു അറിവാണെന്ത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. നമ്മളുടെ ലൈഫിലേക്ക് ഒരുപക്ഷെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റുന്ന ഒരറിവാവാം, അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് നമ്മൾ ഇന്ന് മുതൽ എന്താക്കാൻ പോകുന്നുള്ളത്, നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നുള്ളത്. സോ ഞാനിവിടെ പറയുന്നതിനപ്പുറമായിട്ട് ഞാൻ ജസ്റ്റ് ഞാനിവിടെ എന്താ പറയുക, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്ക്രീനിനോട് പറയുന്നതിനപ്പുറമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എന്താക്കണം, തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം. അത് മാക്സിമം ചാറ്റിലൂടെ ആണെങ്കിൽ ചാറ്റിലൂടെ, മൈക്ക് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്തിട്ട്, ക്യാമറ ഓൺ ചെയ്തിട്ടാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്താക്കേണ്ടത്, എനിക്ക് റെസ്പോൺസ് തരേണ്ടത്. ആൻഡ് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ചുമ്മാ കേട്ട് പോകുന്നതിനപ്പുറമായിട്ട് നിങ്ങളൊക്കെ എന്താക്കുക, ജസ്റ്റ് വെറുതെ ഇരിക്കുന്നതിനപ്പുറമായിട്ട് ഒരു കാമായിട്ടുള്ള നിങ്ങൾ മാത്രമുള്ള ഒരു സ്പേസിലേക്ക് എന്താക്കുക, മാറിയിരിക്കുക. സോ അവിടെ നിങ്ങൾ മാത്രം, ആൻഡ് നിങ്ങളുടെ ഒരു സ്ക്രീനും അതേപോലെ തന്നെ ഒരു നോട്ട്ബുക്കും ഒരു പെന്നും മാത്രം എടുത്തു വെച്ചിട്ട് എന്താക്കുക, ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇന്ന് ഇവിടുന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ 10 ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്താക്കുന്നുണ്ടാവും, ഷെയർ ചെയ്യുന്നുണ്ടാവും. ഒരുപാട് സ്കില്ലുകളായിട്ടുള്ളതും ടിപ്സ് ആയിട്ടുള്ളതും ട്രിക്സ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താക്കും, നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിൽ വേണ്ട കാര്യങ്ങൾ ഇല്ല, സ്ക്രീൻ ഇപ്പം ഓഫ് ചെയ്തിട്ടാണ് ഞാനിപ്പം സ്ക്രീൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രീനിലേക്ക് വരാം. ഓക്കെ, യെസ്. സോ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താക്കുക, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എന്താക്കണം, നോട്ട് ചെയ്ത് വെക്കണം. സോ ഇവിടെ നിങ്ങളാണ് എനിക്ക് പേ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ പേ ചെയ്തിട്ട് നിങ്ങൾ അതിനുള്ള മാക്സിമം കാര്യങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ഊറ്റിയെടുക്കൽ, അത് നിങ്ങളുടെ കൂടെ കടമയാണ്. സോ എന്നേക്കാൾ അപ്പുറമായിട്ട് എനിക്കത് നിങ്ങളിലേക്ക് തരണം എന്നുള്ളതിൻ്റെ കടമയുണ്ട്. അതേപോലെ തന്നെ നിങ്ങളാണ് ഇവിടെ പേ ചെയ്തിട്ട് അതിന് മാക്സിമം നിങ്ങൾ എന്താക്കണം, എന്നെ യൂസ് ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ എന്നെ എന്ത് രീതിയിൽ എന്ത് കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താക്കാം, ചോദിക്കാം, അറിയാം. ആ കാര്യങ്ങളൊക്കെ എന്താക്കും, പറഞ്ഞു തരുന്നുണ്ടാവും. സോ 1 ഹവർ എന്നല്ല, എത്ര നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി വരെ നമ്മൾ എന്താക്കും, പറഞ്ഞു തന്ന് ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഓരോ ടോപ്പിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ ആ വാല്യൂസ് അല്ലെങ്കിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്താക്കുന്നുണ്ടാവുക, പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഇന്നത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡേ 1 ആണ്. സോ ഡേ 1 നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ അജണ്ടയിൽ വരുന്നുള്ളത്. ആദ്യം നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ആൻഡ് എന്താണ് നമ്മളുടെ ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നുള്ളത്, എന്തൊക്കെ ബേസിക്സ് കാര്യങ്ങളാണ്, എന്തൊക്കെ അഡ്വാൻസ് കാര്യങ്ങളിലേക്ക് വരുന്നുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് എന്താക്കാം, നമുക്ക്
ഇന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ സെഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം, പ്ലാൻ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ? റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ എന്ന് കമൻറ്റ് ചെയ്തേ, ഓർ റെഡി എന്ന് കമൻറ്റ് ചെയ്തേ വേഗം. യെസ്, സെറ്റ്, യെസ്, റെഡി, റെഡി, യെസ്. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇവിടെയുള്ള 22 ആൾക്കാരും എന്താക്കണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ ഞാൻ പേര് വിളിച്ചിട്ട് നിങ്ങളെ ക്യാമറ ഓൺ ചെയ്യിപ്പിക്കുകയും മൈക്കിൽ സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. സോ എല്ലാവരും എന്താക്കുക, അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് യെസ് യെസ് ഓക്കെ യെസ്. റെഡി ബ്രോ. എങ്ങനെ? ഓക്കെ, യെസ്, റെഡി റെഡി. ഓക്കെ, യെസ്, നൈസ്, അടിപൊളി, താങ്ക് യു, യെസ്. സോ ആ ഒരു പവറോട് കൂടി ആയിരിക്കണം ആ 10 ഡേയ്സ് നിങ്ങൾ ഇവിടുന്ന് എന്താക്കേണ്ടത്, കൊണ്ടുപോകേണ്ടത്. വിളിക്കും വിളിക്കും, എല്ലാവരും പേരും വിളിക്കും, എന്തായാലും വിളിക്കും. സോ എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് 10 ഡേയ്സ് കഴിയുന്നതിന് മുന്നായിട്ട് നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ പരിചയപ്പെട്ടിട്ട് മാത്രമായിരിക്കും നമ്മൾ ഈ 10 ഡേയ്സിൻ്റെ സെഷൻസ് സർട്ടിഫിക്കറ്റോടുകൂടി അവസാനിക്കുന്നുണ്ടാവുക. സോ അതിൻ്റെ മുന്നായിട്ട് എന്താക്കണം, നിങ്ങളെല്ലാവരും എൻഗേജിങ് ആയിരിക്കണം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, എന്ത് ഡൗട്ട്സ് എവിടെ നിങ്ങൾക്കുണ്ടോ അത് നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെയുള്ള നമ്മളുടെ അറൗണ്ട് 30+ ആളുകൾ നമ്മളുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ 30 നമ്മൾ ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും കൂടുതൽ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ലാസ്റ്റിലായപ്പം അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ 30 മാത്രമാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, അഡ്മിഷൻസ് എടുത്തിട്ടുള്ളത്. സോ ബാക്കിയുള്ളവർക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. സോ ഈ 30 ആളുകൾക്കും നിങ്ങൾ ഓരോരുത്തരാണ്. ഈ ബാക്കിയുള്ള എല്ലാവരും ഈ 30 ആൾക്കാരും എന്താക്കിയിട്ടുണ്ട്, അവനവൻ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് എന്താക്കിയുള്ളത്, ഇവിടെ ഇരിക്കാനുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വരികയാണെങ്കിലും എന്താക്കുക, ഓപ്പൺലി നിങ്ങൾ ചോദിക്കണം. അവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തുള്ള ആൾക്ക് എന്തെങ്കിലും തോന്നോ വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താക്കാൻ നിൽക്കരുത്, ചോദിക്കാതെ ഇരിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡേ 1 മുതൽ ഡേ 10 ചിലപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് അവസാനം ഒരു ഡേ 7 ഒക്കെ എത്തിയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്, ഞാൻ ഡൗട്ട് ചോദിച്ച് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന 7 ഡേയ്സിൻ്റെതും നിങ്ങൾക്ക് ഒരുപക്ഷെ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാതെ ആയിരിക്കും എന്താകുക, കോഴ്സിൽ നിന്ന് കഴിഞ്ഞിറങ്ങുന്നുണ്ടാവുക. സോ ആ ഒരു സിനാരിയോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കണം, നിങ്ങൾക്ക് എവിടെ എന്ത് ഡൗട്ട്സ് വരുന്നുണ്ടോ ഓപ്പൺലി നിങ്ങൾക്ക് എന്താക്കാം, മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം. അതും അല്ലാണ്ടെങ്കിൽ എന്താക്കുക, കമൻറ്റിൽ, അങ്ങനെ എന്ത് രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാം, ചോദിച്ചിട്ടായിരിക്കണം നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകേണ്ടത്. സോ നിങ്ങൾ ഞാനൊരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഞാനും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുക. സോ എന്ത് ഡൗട്ട്സ് വരികയാണെങ്കിലും എന്താക്കുക, അത് ക്ലിയർ ചെയ്ത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമായിരിക്കും എന്താക്കേണ്ടത്, അത് പോവേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ മടികൾ നിങ്ങൾ മാറ്റി വെക്കുക. മറ്റുള്ളവൻ എന്ത് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതിലുള്ള ഓരോരുത്തർക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ആരെയും എന്തുള്ള പരിചയമല്ല അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന 30 ആൾക്കാർക്കും ഒരുപക്ഷെ 30 ആൾക്കാരെയും പരിചയമുണ്ടോ? ഇല്ലാലോ. എല്ലാവരും ന്യൂ ഫേസ്, ന്യൂ ആൾക്കാരാണ്. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് കണ്ടപ്പോൾ, ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ നിങ്ങൾ ചിലപ്പം ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ, കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നായിട്ടുള്ള പല ഏരിയാസിലായിട്ടുള്ള ആൾക്കാരാണ്. സോ ഇവരൊന്നും ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ എവിടുന്നും കാണാൻ പോലും പോകുന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ അവരെന്തോ വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ എന്താക്കാൻ പോകുന്നുണ്ടാവുക, സ്പോയിൽ ചെയ്യാൻ പോകുന്നുണ്ടാവുക. സോ മാക്സിമം എന്താക്കുക, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. സോ എന്ത് ഡൗട്ട്സ് വരികയാണെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്താക്കുക, ഓപ്പൺലി ഷെയർ ചെയ്യാം. ഇനി ഇവിടെ അഥവാ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. സോ അതിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താക്കാം, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്പീഡിലാണ് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താക്കാം, നോട്ടീസ് ചെയ്ത് പറഞ്ഞു തരണം. സോ അതിനനുസരിച്ച് ഞാൻ സ്ലോ ആക്കിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവും. റിപ്പീറ്റ് പറയണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ടാവും. അങ്ങനെ കോൺസെപ്റ്റ് ഒരുപക്ഷെ ചിലപ്പം ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഞാൻ എല്ലാവരെയും കണക്ട് ചെയ്തിട്ടായിരിക്കും ആ ടോപ്പിക്കും അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഇവിടെ ക്ലാസ് എടുത്ത് പോകുന്നുണ്ടാവുക. ആ ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഓക്കെ, യെസ്. സോ ഞാൻ പറഞ്ഞു പോകുമ്പോൾ എന്താക്കുക, എല്ലാവരെയും കണക്ട് ചെയ്തിട്ട് ഒറ്റൊരു മെയിൻ സ്ട്രക്ചറിലായിരിക്കും ഞാൻ പറഞ്ഞു പോകുന്നുണ്ടാവുക. ആ സമയത്ത് ഒരു പക്ഷേ നല്ല മനസ്സിലാകുന്ന ആൾക്കാരുണ്ടാവും, ആൻഡ് ഒരു മീഡിയത്തിലുണ്ടാവും, ആൻഡ് തീരെ അറിയാത്ത ആൾക്കാരും. ആ ഒരു ലെവൽ ഓഫ് കാറ്റഗറിയിലായിരിക്കും ആളുകൾ ഉണ്ടാവുക. ഞാൻ വിചാരിക്കുന്നുണ്ടാവും എല്ലാവർക്കും മനസ്സിലാകുന്നുള്ള രീതിയിൽ ഞാൻ എന്താക്കും, പറഞ്ഞു പോകും. പക്ഷേ ആ അടിയിലുള്ളയും അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള കാറ്റഗറീനെ ചിലപ്പോൾ ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ എന്താവും, വിട്ടുപോയിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എന്താക്കണം, ചോദിച്ചിട്ടായിരിക്കണം മുന്നോട്ട് വരേണ്ടത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെ എന്താക്കണം, പേഴ്സണലി ശ്രദ്ധിച്ചിട്ടായിരിക്കണം ഓരോ ക്ലാസ്സുകൾ ഇരിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേ 1 മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താക്കണം, നോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ
പഠിക്കുന്ന സമയത്ത് എന്ത് കാര്യങ്ങൾ അറിഞ്ഞാലും ഓരോ ചിലപ്പം എവിടാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓരോ ലിങ്കുകൾ പറയുന്നുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ എന്താക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അത് ചിലപ്പം പിന്നെ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡിജിറ്റലി മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്താക്കുക, ഒന്ന് ഒരു ബുക്കും പെന്നും ഒരു പേപ്പറും എടുത്തിട്ട് 2-3 A4 എടുത്തിട്ടുണ്ടാക്കി ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇരുന്നാൽ മതി. സോ അതിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ട്. അല്ലെങ്കിൽ ഒരു 10 A4 വെച്ചാൽ 10 ഡേയ്സിൻ്റെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇതിൽ പറയുന്ന ഓരോ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, അവിടെ നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ എന്താക്കുന്നുണ്ടാവും, ഇതിൻ്റെ റെക്കോർഡും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ സെഷൻസിൻ്റെ റെക്കോർഡ് എടുക്കുന്നുണ്ട്. പക്ഷെ ആരും റെക്കോർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. എല്ലാവരും മസ്റ്റായിട്ട് തന്നെ എന്താക്കണം, ലൈവിൽ ജോയിൻ ചെയ്തിട്ടായിരിക്കണം ക്ലാസ്സുകൾ പോകേണ്ടത്. അങ്ങനെ ആകുമ്പം എനിക്കും നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, നിങ്ങൾക്ക് എവിടെയാണ് വീക്ക്നെസ് എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, നാളത്തെ മുതൽ യെസ്, ലെറ്റ്സ് ഗോ. നാളത്തെ മുതൽ ക്യാമറ ഓൺ ആക്കൂല എല്ലാവരും? ഞാൻ ഇന്ന് നിർബന്ധിക്കുന്നില്ല, ഇന്ന് ആരോടും പറയാത്തോണ്ട്. നാളെ എല്ലാവരും ഓൺ ആക്കൂലേ? റെഡി അല്ലേ? ഇന്ന് മുതൽ നോട്ടേൻ്റെ ഒരു ഫാമിലി അംഗങ്ങളായിട്ട് നിങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ വേറെ ആരെയും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വെറുതെ ഒരു AI പഠിച്ചു പോകുന്നതിനപ്പുറമായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഏൺ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടത്. വെറുതെ ഒരു സ്കില്ല് പഠിക്കുന്നതിനപ്പുറമായിട്ട് ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൂടി വരുത്തി കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ബെറ്റർ ആയിരിക്കില്ല ഒന്നുകൂടി, അല്ലേ? അല്ലേ? ആണോ? അതെ, യെസ്, അതാണത്. വേണം. അപ്പോൾ എന്തായാലും ആ ഒരു നമ്മളുടെ ഫിയർ മാക്സിമം നമുക്ക് എന്താക്കണം, റെഡ്യൂസ് ചെയ്യണം. അതിനനുസരിച്ചായിരിക്കണം എന്താക്കേണ്ടത്. ഈ ഒരു 10 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി എന്നുള്ളത് എനിക്ക് ഉറപ്പ് വരുത്തണം. ബിക്കോസ് നിങ്ങളോട് ഞാൻ ആ പൈസ വാങ്ങിയിട്ടില്ല. അപ്പം ഞാൻ അതിനെന്താണ്, കടപ്പാടുണ്ട് നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് തരേണ്ടത്. സോ എൻ്റെ അടുത്ത് നിന്നുള്ള എല്ലാ ഔട്ട്പുട്ട് ചോദിച്ച് വാങ്ങാനുള്ള അവകാശവും നിങ്ങൾക്കും ഉണ്ട്. സോ എന്തുണ്ടെങ്കിലും ചോദിക്കുക, നമ്മളത് കവർ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീനിലേക്ക് വരാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് വിസിബിൾ ആണെന്ന് തോന്നുന്നു. ആണോ? ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എസ് എന്ന് കമൻറ്റ് ചെയ്യോ? യെസ്, യെസ്, ഓക്കെ, താങ്ക് യു. യെസ്. സോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. വൺസ് അഗെയിൻ വെൽക്കം ചെയ്യാണ് നോട്ട് എന്ന ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ നമ്മളുടെ ഒരു ബൂട്ട് ക്യാമ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തതിന്, ആ ഒരു പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടേക്ക് എത്തിയതിന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യാണ്. ഒരുപാട് പേര്, ലോകത്തിൻ്റെ ഒരുപാട് പേര്, അല്ലെങ്കിൽ ഒരുപാട് പേര് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിൽ, അല്ലെങ്കിൽ ഒരുപാട് പേരിൽ നിന്ന് നിങ്ങൾ ഒരു മണി ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ആ ടൈം മാറ്റി വെച്ച് ഇവിടെ ഇരുന്നതിൽ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ സത്യത്തിൽ ഇൻസ്പയറിംഗ് ആണ്. സോ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് എനിക്കതിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അടുത്തൊരു മൂവ്മെൻറ്റിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ ആക്ഷൻ എടുക്കുന്നുണ്ടാവുള്ളൂ. സോ ഈ ആക്ഷൻ ടേക്കേഴ്സ് ആയിരിക്കാം ഒരു പക്ഷേ ലൈഫിൽ സക്സസ് ആവുന്നുണ്ടാവുക. അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാതെ വെറുതെ വാക്കാൽ മാത്രം ഇരിക്കുന്നവന് ഒരിക്കലും ലൈഫിൽ എവിടെയും എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. സോ ഒരു സക്സസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മിഷൻ ഉണ്ടെങ്കിൽ അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടേക്ക് യുവർ ആക്ഷൻസ്, ദെൻ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം നമ്മൾ എടുത്ത് ചാടുക, ദെൻ എന്താക്കുക, നമ്മൾ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ആക്ഷൻ നിങ്ങൾ എടുത്തു, ഇനി ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. സോ ഒരു 10 ദിവസത്തെ AI സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നോട്ടയിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഒന്നുകൂടി പറഞ്ഞു പോവുക എന്നുള്ളതാണ്. ഫസ്റ്റിലത്തെ സെഷൻ എന്നുള്ള കടമ്പയിലപ്പുറമായിട്ട് ലാസ്റ്റത്തെ സെഷനിൽ മറ്റൊക്കെ ആയിട്ട് ഒരുപാട് പേര് അറിയുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളത്. സോ മൈസെൽഫ് അൻസാർ MP, ഫൗണ്ടർ ആൻഡ് CEO നോട്ട് AI. ഞാനാണ് ഫൗണ്ടർ ആൻഡ് CEO നോട്ട് AIയുടെ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് പൊസിഷനിൽ ഇപ്പം ഞാനാണ് ഇരിക്കുന്നുള്ളത്. സോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പാണ് നോട്ട് AI എന്ന് പറയുന്നത്. നോട്ട് AI എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ് AI എഡ്ടെക് സ്റ്റാർട്ടപ്പാണ് നോട്ട് AI. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഒരു മിഷൻ എന്ന് പറയുന്നുള്ളത് 1,00,000 ആളുകൾ AI പഠിപ്പിക്കുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് അറൗണ്ട് 26,000-26,000 ആളുകൾക്ക് എന്താക്കിയിട്ടുണ്ട്, വേൾഡ് വൈഡ് ആയിട്ട് 12 കൺട്രീസിലായിട്ട് സ്റ്റുഡൻസ് ഇന്ന് നമുക്ക് എന്തുണ്ട്, നോട്ടയുടെ അണ്ടറിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ആയിട്ട് പല സെഷൻസുകളായിട്ട് എന്താക്കിയിട്ടുണ്ട്, അത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഗ്ലോബൽ സ്റ്റുഡൻറ് ഓണ്ടർപ്രണർ അവാർഡ്സിൽ ജനുവരിയിൽ നമ്മൾ ഫൈനൽ സ്റ്റേജ് വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ഈ മീഡിയാസുകളിലൊക്കെ നമ്മൾ ഓൾറെഡി ഫീച്ചേർഡ് ആണ്, നിങ്ങൾക്കറിയാം. ആൻഡ് കാൽസ് ഓഫ് ഫ്രീഡം, ഓൾ ഓഫ് ഫെയിം അവാർഡും, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവാർഡുകൾ നമുക്ക് ഈ ഒരു കുറഞ്ഞ ടൈമിനുള്ളിൽ, ഈ ഒരു ഏജിൽ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലത്തെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കിട്ടിയോണ്ട് മാത്രമാണ് എന്താക്കിയിട്ടുള്ളത്,
നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. സോ ഈ ഒരു ജേണിയുടെ പാർട്ടാണ് ഇന്ന് മുതൽ നിങ്ങളും. സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അടുത്ത ഓരോ അച്ചീവ്മെന്റ്സും നോട്ടേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതിൻ്റെയൊക്കെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? നിങ്ങളുടെയൊക്കെ ഓരോ പങ്കും അതിൻ്റെ പിന്നിലുണ്ടാവും. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടോട് മാത്രമാണ് നമ്മൾ ലൈഫിൽ എന്താക്കുന്നുള്ളത്, ഗ്രോ ചെയ്യുന്നുള്ളത്. അതിൻ്റെയൊക്കെ പാർട്ടായിട്ട് നിങ്ങളെ നമ്മൾ എന്താക്കുന്നുണ്ടാവും, കൊണ്ടുപോകുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഒരു ലൈഫ് ലോങ് കമ്മ്യൂണിറ്റി ആയിരിക്കും നമ്മൾ എന്താക്കുക, അതിനെയും കൊണ്ട് പോകുന്നുണ്ടാവുക. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോട്ടയിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കമ്പനീനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ഇനി നമ്മളുടെ സെഷന്റെ ഇതിലേക്ക് പോവാണെങ്കിൽ, എന്താണ് നമ്മളുടെ ഈ ഒരു 10 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഔട്ട്കംസ് ആണ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം. ഇന്നത്തെ ഡേ 2025 ഏപ്രിൽ 23-നാണ് നമ്മളുടെ ഈ ബാച്ചിന്റെ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള 10 ഡേയ്സ് സെഷൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും ചിലപ്പം അതിൻ്റെ ഇടയ്ക്ക് 1-2 ഓഫ്ലൈൻ പ്രോഗ്രാംസുകൾ ഷെഡ്യൂൾ ചെയ്ത് പോയതുണ്ട് ഓൾറെഡി. അത് കുറച്ച് ലോങ് ഉള്ള ഏരിയാസിൽ വരുന്നുണ്ട്. മാക്സിമം ഞാൻ ആ ഡേയ്സിൽ തന്നെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അഥവാ ട്രാവൽ ചെയ്ത് നെറ്റ്വർക്ക് ഉള്ള ഏരിയാസിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം അന്ന് ഒരു ഓഫ് ഇട്ട്, അല്ലെങ്കിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നുണ്ടാവും, സെഷൻസ് എടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നെക്സ്റ്റ് സെഷനിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് രീതിയായിരിക്കും നമ്മൾ എന്താക്കുന്നുണ്ടാവുക, പോകുന്നുണ്ടാവുക. ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞതാണ്. 1-2 സെഷൻസ് ഓഫ്ലൈനിൽ കുറച്ച് ദൂരത്തുള്ളത്, കണ്ണൂരും അല്ലെങ്കിൽ ആ ഒരു ഏരിയസിലായിട്ട് ഷെഡ്യൂൾ ചെയ്തതുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ആദ്യം തന്നെ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. സോ ഒരു 10 ഡേയ്സിൻ്റെ ബൂട്ട് ക്യാമ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓ ആ ഈ ഒരു 10 ഡേയ്സിൽ തന്നെ നമ്മൾ വെറുതെ ഒരു സ്കില്ല് ലേണിംഗ് അല്ലെങ്കിൽ ഇതിനപ്പുറമായിട്ട് ഒരു ഗ്രോത്തും കമ്മ്യൂണിറ്റിയും അല്ല ഇന്നോവേഷനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിനെ കൊണ്ടുപോവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മളുടെ സെഷൻസ് മൊത്തം ലൈവ് സെഷൻസ് ആണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. 10 ഡേയ്സ് നമ്മളുടെ ഗൂഗിൾ മീറ്റ് ത്രൂ ആയിരിക്കും നമ്മൾ എന്താക്കുന്നുണ്ടാവുക, സെഷൻസ് എടുക്കുന്നുണ്ടാവുക. സോ അതിൽ എഐയുടെ കാര്യങ്ങളും എന്തൊക്കെയാണ്, ജനറേറ്റീവ് എ ടൂൾസുകൾ ഏതൊക്കെ വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളിലേക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എന്താക്കും, നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ എത്രത്തോളം എ ടൂൾസുകൾ വരുന്നുണ്ടോ ആ എ ടൂൾസുകളൊക്കെ ഏറ്റവും ബേസ് മുതൽ എന്തൊക്കെ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് മാക്സിമം പൊട്ടൻഷ്യൽ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കും, അവിടെ നോക്കുന്നുണ്ടാവും. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നുള്ളതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ സൈഡിലേക്കാണ് വരുന്നുണ്ടാവുക. എങ്ങനെയാണ് ChatGPT പോലത്തെ ടൂളുകൾ യൂസ് ചെയ്യേണ്ടത്, എന്താണ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ എന്താണ് പ്രോംപ്റ്റിംഗ് എന്ന് മുതൽ അതിൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ എന്താക്കും, നമ്മളവിടെ കവർ ചെയ്യുന്നുണ്ടാവും. സോ ഏറ്റവും ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് AI പ്രോംപ്റ്റിംഗ് ആണ്. സോ പ്രോംപ്റ്റിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 70% ഓഫ് കാര്യങ്ങൾ നമുക്ക് പിന്നെ എന്താക്കാൻ വേണ്ടി പറ്റും, സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ അതിനുള്ള മാക്സിമം ഒരു ഗൈഡൻസ് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് മുതൽ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചെന്നിട്ടായിരിക്കും നമ്മൾ എന്താക്കുക, പോകുന്നുണ്ടാവുക. ഓക്കെ. സോ പ്രോംപ്റ്റിംഗ് എന്താണെന്ന് മുതലും ചെയിൻ ഓഫ് തോട്ട്സ് പ്രോംപ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ഡെപ്ത് വേർഷനിലേക്ക് നമ്മളത് പോകും. എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ റിയൽ വേൾഡ് ടാസ്ക്സ്. സോ ഓരോ സെഷൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താക്കുന്നുണ്ടാവും, നമുക്ക് ടാസ്ക് തരുന്നുണ്ടാവും. ആ ടാസ്കുകൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് ചിലപ്പം കാണുന്നുണ്ടാവും വാട്സപ്പിൽ. സോ ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിലെന്താക്കേണ്ടി വരും, നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കണം. സോ അതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സെഷൻ എടുത്തതിൻ്റെ ഔട്ട്കം എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ എന്താക്കുന്നുണ്ടാവുക, നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്തതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് തരുന്നുണ്ടാവുക. സോ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പ്രോജക്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും. ഓരോ ടൂൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടാസ്ക് നിങ്ങൾക്ക് എന്താക്കുന്നുണ്ടാവും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ മിനി പ്രൊജക്റ്റുകളും സർട്ടിഫിക്കേഷൻസും ലാസ്റ്റ് ഡേയിൽ നമ്മൾ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് എന്താക്കുന്നുണ്ടാവും, നമ്മൾ ഇറങ്ങുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ എന്താക്കുന്നുണ്ടാവുക, പോകുന്നുണ്ടാവുക. സോ ഒരു പക്ഷേ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ഞാനതിൻ്റെ ലൈക്ക് ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഒരു പക്ഷേ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. സർട്ടിഫിക്കറ്റ് നമുക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക്
കിട്ടുന്നുണ്ടാവുക. യെസ്. PDF ആയിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. യെസ്. നിങ്ങൾക്കത് പ്രിന്റ് ഔട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഡേ 1 മുതൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മുതൽ ChatGPT മാസ്റ്റർ സെഷൻസ് വരുന്നുണ്ടാവും. അതിൽ എങ്ങനെ ഏജന്റുകൾ ബിൽഡ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ കസ്റ്റം ബോട്ടുകൾ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കോപ്പൈലറ്റ് പോലത്തെ ഇമേജ് ജനറേഷൻസ്, അതേപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയ മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം എന്താക്കിയിട്ടുണ്ടാവും, അവിടെ കവർ ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് ഈ PDF നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്താക്കും, ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്ത് നീഡ് ഉണ്ടെങ്കിലും എന്താക്കുക, ചോദിക്കാം. അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളത് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇഫ് അഥവാ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് ലേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. സോ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് അല്ലേ? ജസ്റ്റ് എല്ലാവരും ഒന്ന് യെസ് ചെയ്ത് കമന്റ് ചെയ്തേ. ഓക്കെ. യെസ്. ഓക്കെ. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്താണ്? AI എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഒരുപക്ഷെ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവുക AIകൾ എന്തൊക്കെയാ? നമ്മളെ മൈൻഡിലേക്ക് AI എന്ന് പറഞ്ഞ ടൈമിൽ അല്ലെങ്കിൽ AI എന്ന് ഫസ്റ്റ് കേട്ടാൽ നമുക്ക് എന്തായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ChatGPT വരുന്നുണ്ട്. അതേപോലെ തന്നെ AI ക്യാമറകൾ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്താക്കാം, കമന്റിലായിട്ട് ഇടാം. യെസ്, ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ChatGPT ഉണ്ട്. അങ്ങനെ പല രീതിയിലായിരിക്കും എന്താക്കുക, നമുക്ക് AI എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. മെറ്റ AI എന്ന് പറയും. അല്ലെങ്കിൽ പല രീതിയിലായിട്ട് എന്തായിരിക്കും ആൾക്കാർ അതിനെ ഡിഫൈൻ ചെയ്ത് എടുക്കുന്നുണ്ടാവുക. യെസ്, മെറ്റ ഉണ്ട്, ChatGPT ഉണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എന്താക്കുന്നുണ്ടാവുക, നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവുക. ഫിയറിംഗ് ഓഫ് ലോസിങ് ജോബ്. വാവ്, ഗ്രേറ്റ്. അതാണ് ഫസ്റ്റ് AIനെ കുറിച്ച് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നുള്ളത്. അടിപൊളി. ഓക്കെ. സോ അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് തോട്ട്സിലായിരിക്കാം ഒരുപക്ഷെ AIനെ കുറിച്ച് നമ്മള് കേൾക്കുന്നുണ്ടാവാം. AIനെ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയുന്നതിൽ ഒരുപക്ഷെ ഇതേപോലെ തന്നെ ആളുകൾക്ക് പല രീതിയിൽ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് എന്താണ്? വിൽ യു പുട്ട് എ വീഡിയോ ഓഫ് ദീസ്? ആഹ്, ഓക്കെ. സോ എങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്താക്കാൻ പറ്റുന്നുള്ളത്, പറയാൻ പറ്റുന്നത് പല രീതിയിലായിരിക്കാം. ആൾക്കാർ AIനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒരുപക്ഷെ പലർക്കും ChatGPT ആവാം, മെറ്റ ആവാം, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലായിരിക്കാം പോകുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ ഡെയിലി ലൈഫ് മുതൽ ജീവിതം അല്ലെങ്കിൽ തുടങ്ങുന്നത് മുതൽ ഇന്ന് ഉറങ്ങുന്നത് വരെയായിട്ട് നമ്മൾ പല രീതിയിലായിട്ട് ഇന്ന് എന്താക്കുന്നുണ്ട്, AI യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. അത് പല ഏരിയാസിലൂടെ ആയിട്ട് അല്ലെങ്കിൽ പല ഒരുപക്ഷെ നമ്മൾ അറിയാത്ത രീതിയിലൊക്കെ ആയിരിക്കും എന്താക്കുന്നുണ്ടാവുക, അത് നമ്മൾ യൂസ് ചെയ്ത് പോകുന്നുണ്ടാവുക. ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഇന്ന് നമുക്കതിനൊരു കറക്റ്റ് ഡിഫൈൻ ചെയ്ത് പറയാതെ തന്നെ അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത രീതിയിൽ അത് എന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ലൈഫിലേക്ക് അത് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ ChatGPT ഒരുപക്ഷെ നമ്മളുടെ കോൺവെർസേഷൻ പാർട്ണർ ആയിരിക്കാം. ഒരുപക്ഷെ നമ്മള് ഇന്ന് മറ്റുള്ള ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളോട് ഷെയർ ചെയ്യുന്നതിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ ChatGPTയോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇല്ലേ? റെഡി ആണോ? കറക്റ്റ് ആണോ? എന്റെ ഫ്രണ്ട്സ് പലരുടെയും ഞാൻ ChatGPT ചെക്ക് ചെയ്യുന്ന ടൈമിന് വാട്ട് യു നോ അബൌട്ട് മീ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ വേറൊരാളുടെ ChatGPT എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അയാളുടെ സിനാരിയും അല്ലെങ്കിൽ അയാൾ എന്താണ് എന്നുള്ളതും അയാൾ ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് പോയിട്ടുള്ളത് എന്നൊക്കെ എന്താക്കാൻ പറ്റും, നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ChatGPT എടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആരാ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മൊത്തം എന്താക്കാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ അടുത്തായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ജസ്റ്റ് എനിക്കിങ്ങനെ ആള് ഷെയർ ചെയ്ത് ഇങ്ങനെ കാണിച്ചെന്ന്. ഒരു റീല് ഷെയർ ചെയ്തിട്ട് ആള് വെറുതെ ഒന്ന് അടിച്ചു നോക്കിയിട്ട് എന്താക്കിയാ എനിക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാ. സോ വെറുതെ ഒന്നിങ്ങനെ നോക്കിയ ടൈമിലാണ് കാണുന്നുള്ളത് ഡിപ്രഷൻ്റെതും ആൻഡ് ഇങ്ങനത്തെ കുറേ സിനാരിയോ സ്റ്റേജിലൂടെ അല്ലെങ്കിൽ പോയ സമയത്ത് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ChatGPT ആയിരുന്നു. ആ റിലീഫ് ആയത് മുതൽ അതിനെ എന്താ സമാധാനിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു സ്പേസ് കണ്ടെത്താൻ വേണ്ടി എടുത്തിട്ടുള്ളത് ChatGPT ആണ്. അങ്ങനെ പല രീതിയിലായിട്ട് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും അങ്ങനെ പല ഏരിയാസിലായിട്ടായിട്ട് എന്താക്കുന്നുണ്ട്, ആളുകൾ ഇന്ന് ChatGPTയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ChatGPT മാത്രമല്ല, ഗ്രോക്ക് ഉണ്ട്. ഗ്രോക്കിലൊക്കെ അടിപൊളി ടൂൾസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ എന്താക്കി തരും, ഗ്രോക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരാൾ കഥ പറഞ്ഞിരുന്ന പോലെ എന്താക്കി തരും, കഥകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രോക്കിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അതേപോലെ തന്നെ സിരി ഉണ്ട്, ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് ഇതിലൂടെയൊക്കെ നമ്മൾ ഇന്ന് എന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ന് AI എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക്
നമ്മളുടെ ചുറ്റുമായിട്ട് എന്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ നമ്മളെ വീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നമ്മളറിയാതെ എന്താക്കിക്കൊണ്ടിരിക്കേണ്ടത് നമ്മൾ അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത് ഒരു പക്ഷേ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫേസ്ബുക്ക് മെറ്റ എന്നുള്ളൊരു പേര് മാറ്റിയ ടൈമിൽ എന്തിനാണ് മെറ്റ എന്നുള്ള പേര് നമ്മൾ കേട്ടത് അല്ലെങ്കിൽ ആ, ഒരുപക്ഷെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് ഫേസ്ബുക്ക് മെറ്റ എന്നുള്ളത് പേര് മാറ്റി എന്നുള്ളത് ഒരുപക്ഷെ മെറ്റാവേഴ്സ് വേൾഡിലേക്കൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം ലൈക്ക് മെറ്റ എന്നുള്ള വേൾഡിലേക്ക് അല്ലെ മെറ്റ എന്നുള്ള പേരിലേക്ക് മാറ്റിയതും പിന്നീട് ആ മെറ്റാവേഴ്സ് വേൾഡിനേക്കാൾ അപ്പുറമായിട്ട് എ ഐക്ക് ഗ്രോത്ത് വന്ന സമയത്താണ് കൂടുതൽ എ ഐയിലേക്ക് അവർ എന്താക്കിയിട്ടുണ്ടായിരുന്നത് അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റിസർച്ചുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരുപക്ഷെ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാകും അവതാറുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫേസ്ബുക്ക് മെറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ അവതാറുകൾ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി അതായത് ഫസ്റ്റ് അവരൊരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് എന്താക്കിക്കൊണ്ടിരിക്കുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഡയറക്റ്റ്ലി ഒറ്റയടിക്ക് പോയിട്ട് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരാളും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് അതൊരു ടെസ്റ്റിംഗ് സ്റ്റേജ് പ്രകാരം ആദ്യം അവർ മെറ്റ എന്നുള്ള പേര് മാറ്റി കഴിഞ്ഞു ദെൻ അതിനുശേഷം നമുക്ക് ഇമോജികളായിട്ട് എന്താക്കി അവതാറുകൾ ക്രിയേറ്റ് ചെയ്തു ആ അവതാറുകൾക്ക് പിന്നെ വീഡിയോ രീതിയിലാക്കി മാറ്റി and അതിന് മോഷൻസ് കൊണ്ടുവന്നു അതിന് ഇമേജ് ജനറേഷൻസ് കൊണ്ടുവന്നു അത് പിന്നെ എ ഐ സിസ്റ്റംസ് കൊണ്ടുവന്നു അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇല്ലാത്ത എ ഐ സിസ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ലൈക്ക് ഒന്ന് എണ്ണിയാൽ തന്നെ തീരാത്ത അത്രത്തോളം എ ഐ ഫീച്ചേഴ്സ് ഇന്ന് നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഒരുപക്ഷെ ഒരു 4 മാസം മുന്നേ ഉള്ള ഇൻസ്റ്റഗ്രാം അല്ല നമുക്ക് ഇന്ന് വരുന്നുള്ളത് ഓരോ ഇതുപോലത്തെ ഓരോ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളെ ബാക്കിൽ എന്താണ് ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഇതുപോലത്തെ ഓരോ കാര്യങ്ങളും എന്താക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ കമ്പനീസ് നമ്മളിലേക്ക് എത്തിച്ച് കൊണ്ടിരിക്കുന്നുള്ളത് സോ ദ വേൾഡ് ഈസ് ചേഞ്ചിങ് ആർ യു റെഡി സോ ഇപ്പം ഈ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് മാറൽ നിർബന്ധമല്ലേ നിർബന്ധമാണോ ഇതിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പഠിക്കൽ നിർബന്ധമാണോ ആണോ ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യെസ് നിർബന്ധമാണ് യെസ് Yes, ഷുവർ ഓക്കെ യെസ് സോ നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ലൈക്ക് ഡെയിലി ലൈഫിൽ നിങ്ങൾ എ യൂസ് ചെയ്യാറുള്ളത് പല കാര്യങ്ങളിലേക്ക് വരുന്നുണ്ടാവും യെസ് യെസ് സോ നമ്മൾ ഇന്ന് യൂസ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും എന്നുള്ളത് നമ്മൾ എന്താക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കരിയറിലേക്കായാലും നമ്മളുടെ ഡെയിലി ലൈഫിലേക്കായാലും എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ ഇന്ന് എ എന്താക്കിയിട്ടുണ്ട് വന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് സോ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എവിടെയൊക്കെ ഇന്ന് വേൾഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അവിടേക്കൊക്കെ ഇന്ന് എ എന്താക്കിയിട്ടുണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു 80% ഓഫ് ജോബിലേക്കും ഇന്ന് എയുടെ ഇൻഫ്ലുവൻസ് വരാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ വരുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതിലൊരു 60% കാര്യങ്ങൾക്കും 2030 കൂടിയിട്ട് എ ഐ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് പല ഹ്യൂമൻ നീഡ്സ് ആയിട്ടുള്ള ജോബുകളും എന്താക്കാണ് ആളുകൾ തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മനുഷ്യന്മാർ തന്നെയാണ് എന്താക്കിയെന്നുള്ളത് ഇതിനെ ബിൽഡ് ചെയ്തിട്ട് മനുഷ്യന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്നുള്ളത് പക്ഷേ അത് ബിൽഡ് ചെയ്യൽ എന്താണ് അനിവാര്യമാണ് അല്ലെങ്കിൽ ടെക്കിൽ അപ്ഡേറ്റ് ആവൽ അതിൻ്റെ ബാക്കിൽ പോകുന്നവർക്കൊക്കെ എന്താണ് അതിന് നിർബന്ധമാണ് സോ നമ്മൾ ഓരോ ടെക്ക് വരുന്ന സമയത്തും ബാക്കിൽ ഓടാതെ എന്താക്കുക അല്ലെങ്കിൽ അതിനെ ആ, പിന്തള്ളാതെ നമുക്ക് എന്താക്കാം അതിൻ്റെ ബാക്കിലൂടെ ഓടി അതിൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം എന്നുള്ളത് സോ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവിടേക്കൊക്കെ എന്താക്കുന്നുണ്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മളൊക്കെ പല ഡെയിലി ലൈഫിലുള്ള പല കാര്യങ്ങൾക്കായിട്ടായിരിക്കാം ഇന്ന് എന്താക്കുന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഐസ് ബ്രേക്ക് എന്നുള്ളത് പോലെ ജസ്റ്റ് ഒരു ചലഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ടാസ്ക് തരാൻ പോവാണ് ഹു ആർ യു എന്നുള്ള രീതിയിൽ സോ നിങ്ങൾ ആരാണ് ആൻഡ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആൻഡ് നിങ്ങൾ എന്തിനാണ് എ ഐ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് എല്ലാവരും ജസ്റ്റ് എന്താക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താ ചെയ്യുന്നുള്ളത് ആൻഡ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എ ഐ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അൻസാർ ആൻഡ് ഫൗണ്ടർ ആൻഡ് സിഇഒ നോട്ട് എ ഐ ഞാൻ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നുള്ളത് എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലെ നിങ്ങൾ എന്താക്കുക എല്ലാവരും ഒന്ന് ജസ്റ്റ് എന്താക്കുക നിങ്ങളുടെ പേര് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എ ഐ യൂസ് ചെയ്യുന്നത് ഒന്ന് പെട്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് ചാറ്റിൽ ഫാസ്റ്റ് ആയിട്ട് വേഗം ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ ക്ലിയർ ആണോ യെസ് ഐ ആം റഹാൻ ഐ ആം 11th ഗ്രേഡർ ഓക്കെ
Okay, Shifan Siddiq only using ChatGPT for study purpose. Yes, I am Tansib mainly using AI for helping my teaching. Okay. So, റഹാൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ. ഓക്കെ. സോ മുഹമ്മദ് നാഫി 10th studying for AI using for Winline. Okay, I use GPT for education purpose. Afraz 11th ChatGPT make animations. I am Fida, I am student using AI for doing my homework. Okay, homework ഉണ്ട്. സോ ബാക്കിയുള്ളവർ പെട്ടെന്ന് എല്ലാവരും ഇപ്പം എത്ര പേരുടെ ആയത്? ഇതിലുള്ള 23 പേരുടെ ആൾക്കാരെയും കമന്റ് വരണം വേഗം ഫാസ്റ്റ് ആയിട്ട്. Myself is Rizan Nasrin. Okay, almost everything is asking AI research, especially for കോണ്ടൻസ് പ്ലാൻ ചെയ്യാനാണ് റിസാൻ യൂസ് ചെയ്യുന്നുള്ളത്. സോ ഷാൽന മാം ഓക്കെ റിസർച്ചിങ് ബ്രെയിൻ ചെയ്യാനും ഐഡിയാസും ഇൻ്റർവ്യൂ ലിറ്ററേച്ചർ റിവ്യൂ റൈറ്റിംഗ് ടാസ്ക് PhD കാര്യങ്ങൾക്ക്. യെസ് ഓക്കെ. സോ സഹല PhD ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ. സെൽഫ് മരീന ഗ്രാജുവേറ്റഡ് ആണ്. AI for study purpose. Student at PSMO college. Okay, using AI for education purpose. AI using for creative ideas. ChatGPT using for education purpose. Student first year using OpenAI for reference, assignment and creating presentations. Yes, ഇനി ആരെങ്കിലും ഉണ്ടോ ബാലൻസ് ഉള്ളേ? എല്ലാവരും ക്രിയേറ്റ് ചെയ്തിട്ടാണോ? എല്ലാവരും ആയോ? ഇനി ആരെങ്കിലും പെൻഡിങ് ഉള്ളതുണ്ടോ? ബാക്കിയുള്ളവരുണ്ട്. റിഷാസിൽ ഫോർ വർക്കിംഗ് ടു കോഡ്. യെസ്, Amayan and student at ChatGPT working questions, creating images and how to plan my future. Nice. Yes. Okay, +2 student using study purpose. Yes, nice. ഇനി ആരെങ്കിലും? എല്ലാവരും ആയോ? ഓൾമോസ്റ്റ് എല്ലാവരും കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ? ഇനി ആരെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും ആയോ? ആയോ? ഓക്കെ, എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, യെസ്. സോ ഓൾമോസ്റ്റ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് എല്ലാവരും അവരെ ജസ്റ്റ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിലും നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്ത് പർപ്പസുകൾക്കാണ് ChatGPT യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഷെയർ ചെയ്തതിന്. സോ ഒരുപാട് പേര് എന്താക്കിയിട്ടുണ്ട്, അതിൽ പേരുകൾ കണ്ടിട്ടുണ്ട്. ഷെയർ ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയാണ്. ആൻഡ് എല്ലാവരെയും നമുക്ക് എന്താക്കാം, ഇങ്ങനെ മെല്ലെ മെല്ലെ പരിചയപ്പെട്ടിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താക്കാം കൂടുതലായിട്ട് അറിയാം. ഓക്കെ. സോ യെസ്, ഞാൻ ബാക്ക് ടു സ്ക്രീനിലേക്ക് വരാം. സോ ഇപ്പം നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരുന്ന ഓരോരുത്തരും അവരെ ഏത് രീതിയിലേക്കാണ്, ഏത് ലൈഫിലേക്കല്ല ലൈഫിൽ എന്ത് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് എന്താക്കിയിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരും പലരും അല്ലെങ്കിൽ ഒരു 90% ആൾക്കാർക്കും സ്റ്റഡി പർപ്പസുകൾക്കാണ് എന്താക്കിയിട്ടുള്ളത് യൂസ് ചെയ്യുന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വേർട്ടിക്കലൂടെ നമ്മൾ ക്ലാസ്സുകൾ പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്താക്കിയിട്ടുണ്ട് ഹെൽപ്പ് ആയിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് എന്താക്കാം ഫ്യൂച്ചർ സെഷൻസ് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആയിരിക്കും. ഓക്കെ. ഓക്കെ, യെസ്. സോ നമ്മൾ ഒരുപക്ഷെ പല കാര്യങ്ങൾക്കായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ എന്താക്കുന്നുണ്ടാവും, ഇതുപോലെ ഒരുപക്ഷെ പല ഏരിയാസിലായിട്ടുള്ള ChatGPT ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ഇതുപോലെ ഓരോ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്താക്കുക യൂസ് ചെയ്യുന്നുണ്ടാവാം. പലരും നോട്ട്സ് പ്രിപ്പയർ ചെയ്യും, അസൈൻമെൻറ്റുകൾ തരും, അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ടായിരിക്കും നമ്മൾ എന്താക്കുക ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇതിനൊക്കെ അതിനേക്കാൾ അപ്പറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്ട് ഇതിൻ്റെയൊക്കെ കയ്യിലുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്ന് മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കണില്ല, പറ്റുന്നില്ല. ജസ്റ്റ് 1 minute. ജസ്റ്റ് 1 minute. ഒറ്റ ചെറിയൊരു ബ്രേക്ക്. ഇപ്പോൾ വരാട്ടോ.
ഓക്കെ, സോറി ഗൈസ്. സോ ചെറിയൊരു അർജൻറ്റ് വന്നുകൊണ്ടാണ്. ഓക്കെ. ഓക്കെ, യെസ്. സോ നമ്മൾ എന്തേ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എന്തായിരുന്നു? വേഗം കമന്റ് ചെയ്തേ. യെസ്, മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ എന്താക്കുന്നില്ല, You use യൂസ് ChatGPT. ചെയ്യുന്നില്ല എന്നുള്ളത്. യെസ്. സോ ഞാൻ എൻ്റെ ഒരു പക്ഷേ ഡെയിലി ലൈഫ് മുതലുള്ള അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവിടേക്കൊക്കെ ഇന്ന് എന്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എ ഐയുടെ ഇൻഫ്ലുവൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും പൊട്ടൻഷ്യൽ ഇന്നുണ്ട് ഇതുപോലത്തെ എ ഐ ടൂൾസുകൾക്ക് ബാക്കിലുണ്ട്. നമ്മളുടെ ഒരു 90% ഓഫ് ടൈം ഇന്ന് എന്താക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇതുപോലത്തെ എ ഐ ടൂൾസുകൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചെയ്തെടുക്കാനുള്ള, നമ്മൾ അത്രയും പണിയെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇന്ന് എന്താക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇന്ന് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഇതുപോലത്തെ ടൂളുകൾ യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്ത് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് ജസ്റ്റ് കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്താക്കാൻ വേണ്ടി പറ്റും, ഇതുപോലത്തെ എ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരാം എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത സെഷൻസ് മുതലായിരിക്കും നമ്മൾ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രാക്ടിക്കലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. സോ ചാറ്റ് ജി പി ടി മുതലുള്ള സെഷൻസിലായിട്ട് നമ്മൾ എന്താക്കും, അടുത്ത ഓരോ കാര്യങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നുണ്ടാവുക. സോ അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എന്താക്കാം, ജസ്റ്റ് ഒരു കാര്യോട് ഞാൻ നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നാളേക്കുള്ള ടാസ്ക് ആണ്, നിങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നുള്ളത്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം കൂടി അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളോട് ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളോട് ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്താണോ, അല്ലെങ്കിൽ ഒരു വർക്ക് എന്താണോ, അത് നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യുക ഗ്രൂപ്പിൽ. ഓക്കെ. ചിലർക്ക് ഉണ്ടാവും പ്രസൻറ്റേഷൻസ് ആണ്, സോ പ്രസൻറ്റേഷൻ ഞാൻ ഇത്ര ടൈം എടുക്കുന്നുണ്ട്, സോ ഒന്നുകൂടി ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. കോണ്ടന്റ് എഡിറ്റിംഗ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ എഡിറ്റിംഗ്, ഓക്കെ, എഡിറ്റിങ്ങിൻ്റെതാണ്. സോ ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ആ കാര്യങ്ങൾ എന്താക്കുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഷെയർ ചെയ്യോ, ഷെയർ ചെയ്യോ എല്ലാവരും? ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? സോ ജസ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതി, നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്യണ്ട. എല്ലാവരും ഒന്ന് ജസ്റ്റ് എന്താക്കുക, നിങ്ങളുടെ ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനേക്കാണോ എന്നുള്ള കാര്യം എന്താക്കുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താക്കിയാൽ മതി, ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. സോ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ. ഓക്കെ, യെസ്. സോ ഫസ്റ്റ് ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് എന്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ആ കാര്യങ്ങളോട് ഓട്ടോമേറ്റ് ചെയ്താൽ എന്തൊക്കെ ഹെൽപ്പ് ഉണ്ടാവും എന്നുള്ളത് എന്താക്കുക, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം. സോ അടുത്ത സെഷൻസ് മുതൽ നമ്മൾ എന്താക്കുന്നുണ്ടാവും, ലൈവായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കുക, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഷെയർ ചെയ്യുന്ന കമൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ എന്താക്കുക, മോഡിഫൈ ചെയ്യുന്നുണ്ടാവുക. ഇതിൽ ഒരുപാട് പല വർക്കിങ്ങിലായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് പലരും എഡ്യൂക്കേഷൻ കരിയറിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഏരിയയിൽ തന്നെ വർക്ക് ചെയ്യുന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്. സോ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയുള്ള ബിസിനസ്സുകാരും ഉണ്ട്. സോ അവരൊക്കെ ഫോക്കസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടായിരിക്കും എന്താക്കുക, ബാക്കി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത സെഷൻസ് മുതൽ നമുക്ക് എന്താക്കാം, പ്രാക്ടിക്കൽ സാധനങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിൽ ആരെങ്കിലും ചാറ്റ് ജി പി ടിയുടെ പ്ലസ് വേർഷൻസ് യൂസ് ചെയ്യുന്നവരുണ്ടോ? എനിവൺ? ഓക്കെ, ഓക്കെ, മുജിബ് ക യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും ചാറ്റ് ജി പി ടിയുടെ പ്ലസ് വേർഷൻസ് യൂസ് ചെയ്യുന്നവർ? ഓക്കെ, യെസ്. വേറെ അധികാരം യൂസ് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ. സോ അതിലുള്ള ഓപ്പർച്യൂണിറ്റീസും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പെയ്ഡ് എടുത്താലും നിങ്ങൾക്ക് വരുന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം, ഡിസ്കസ് ചെയ്യാം. കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ടാവും, ഓൺ ദ ഗോയിങ്ങിൽ ഷെയർ ചെയ്ത് പറഞ്ഞ് തരുന്നുണ്ടാവും. ഓക്കെ. സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ആയിട്ട് പറയാൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സജഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആർക്കെങ്കിലും? നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നാളെ മുതലാണ് അല്ലെങ്കിൽ അടുത്ത സെഷൻസ് മുതലാണ് എന്താക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ.
ഇന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം എന്നുള്ള മാത്രമേ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. സോ ബാക്കി പ്രാക്ടിക്കൽ മുതലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസ് മുതലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നാളെ മുതലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. ആർക്കെങ്കിലും ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താക്കുക, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ ഇന്ന് എടുത്തതിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് ക്ലാസ്സുകളിൽ വരുത്തണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറയാം. ഫ്രീ ആയിട്ട് വീഡിയോ ഫോട്ടോ ചെയ്യാൻ പറ്റിയ ഓക്കെ, യെസ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കും, ഓൺ ദ ഗോയിങ്ങിൽ നമ്മൾ ഷെയർ ചെയ്യും. സോ നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ എന്താക്കുക, ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അത് എന്താക്കുക, കമൻറ്റിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലിടാം. സോ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്താക്കും, ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, യെസ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? സ്പീഡ് ആവുന്നുണ്ടോ? സ്പീഡ് കുറയ്ക്കണം. സാറാ ഗ്രൂപ്പില് എന്തോ ഷെയർ ചെയ്യാൻ പറഞ്ഞില്ല, അതെന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, ഗ്രൂപ്പിൽ അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്യുന്ന വർക്കുകൾ എന്താണോ അവിടേക്ക് എങ്ങനെ അവിടേക്ക് AI വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും തോന്നുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, യെസ്, ഗുഡ്. സ്പീഡ് കുറയ്ക്കണം അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? മെയിൻലി മോസ്റ്റ് ഓഫ് ദി സാധനങ്ങളും ഫ്രീ തന്നെ ആയിരിക്കും ഞാൻ കവർ ചെയ്യുന്നുണ്ടാവുക. ഫ്രീ ഉണ്ടെങ്കിലും അതിൻ്റെ മാക്സിമം ഫ്രീ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും ആ കാര്യങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. പെയ്ഡ് അല്ലാത്ത ടൂൾസുകൾ തന്നെ മാക്സിമം വെച്ചിട്ട് എന്താക്കാം, നമുക്ക് സെഷൻസ് പോവാം. ഓക്കെ, കുറേ ആപ്പ് ഇല്ല, ഒന്നിനും നമുക്ക് ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നില്ല. ഒക്കെ ലൈക്ക് നമുക്കെന്താണ് വെബ്സൈറ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വരുന്നുള്ളത്. ആപ്പ് നിർബന്ധമല്ല, സ്പീഡ് നോർമലാണ്. ഓക്കെ, താങ്ക് യു. സോ ഇനി എന്തെങ്കിലും സജഷൻസ് ആയിട്ടുണ്ടോ? ഓക്കെ, ഷുവർ. സോ ആർക്കെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് വരാതെ അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാതെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താക്കാം, ജസ്റ്റ് ആസ്ക് ചെയ്യാം. ആൻഡ് നാളത്തെ സെഷൻസ് മുതൽ എന്താക്കുക, എല്ലാവരും പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എന്നപ്പോൾ നിങ്ങൾക്കും ഒന്നുകൂടി അറ്റൻഷൻസ് കിട്ടുന്നുണ്ടാവുക, എനിക്കും ഒന്നുകൂടി അറ്റൻഷൻസ് കിട്ടുന്നുണ്ടാവുക. പറയാനും മറ്റുള്ള കാര്യങ്ങൾക്കും ബെറ്റർ അതായിരിക്കും. ഓക്കെ, ഏതായാലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. സോ ആ ടൈം എന്താക്കുക, മാക്സിമം നമുക്ക് വേർത്തി ആക്കി മാറ്റണം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഒരു മൂവ്മെന്റ് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ റെഡി അല്ലേ? യെസ്, പക്ക റെഡി. അതാണ്, യെസ് യെസ്. ആ ഒരു പവറാണ് വേണ്ടത്. യെസ്, ഷുവർ. അപ്പോൾ നാളെ മുതൽ എല്ലാവരും അടിപൊളിയായിട്ടൊരു പുതിയൊരു ക്വിക്ക് സ്റ്റാർട്ടായിട്ട് എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ടൈം ആവുമ്പം എന്തായാലും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, സെഷൻസ് കാര്യങ്ങളൊക്കെ എന്താക്കാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എക്സൈറ്റഡ്, യെസ്. മുജീബ് കൈ ഇപ്പം തന്നെ പവറോട് കൂടിയിട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. അതാണ് പവർ. ഇല്ല അതായത് അൻസാർ ഭായി, അൻസാർ ഭായി പ്രശ്നം എന്ന് വെച്ചാലേ ആ എന്റെ ഈ ഞാൻ ഫോണിലെ ക്യാമറയാണ് ഓൺ ആവുന്നത്, ആ ലാപ്പിലെ ക്യാമറ ഓൺ ആവണില്ല. ഞാൻ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാറില്ല, സാധാരണ സൂം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ അതാണ് ഇടയ്ക്കുള്ള പ്രശ്നം വരുന്നത്. ഓക്കെ, ക്യാമറന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു എലോ കൊടുക്കാനുള്ള ഇല്ല ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, അലവല്ല വന്നെ. ഈ മൊബൈലിലെ ക്യാമറയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്, ആ ലാപ്പിലെ സിസ്റ്റത്തിൽ ക്യാമറ അല്ല വർക്ക് ചെയ്യണേ. സിസ്റ്റത്തിലെ ക്യാമറ വർക്ക് ചെയ്യാനില്ല. ഓക്കെ, സിസ്റ്റത്തിൽ മുകളിലായിട്ട് ക്രോമിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈക്ക് രണ്ട് ലൈന് കാണാൻ വേണ്ടി പറ്റും. റീഫ്രഷ് ബട്ടന്റെ ഇപ്പുറത്തായിട്ട് രണ്ട് ലൈന് കാണാൻ വേണ്ടി പറ്റും. അവിടെ ഒരു ക്യാമറന്റെ ഓപ്ഷൻ നമുക്ക് മേ ബി ഉണ്ടാവും. അവിടെ ഒന്ന് അലോ ചെയ്ത് കൊടുത്താലും ഇല്ല ഇല്ല, ക്യാമറ ഇത് ഓൺ. അങ്ങനെ കാണുന്നില്ല. എനിക്കങ്ങനെ മറ്റേ എന്താണ് ഈ മൈക്രോസോഫ്റ്റിന് എന്തോ ഒരു ആപ്ലിക്കേഷനിലായിട്ട് കിടക്കണത്. ഇപ്പൊ ഇതില് ഓ സിങ്ക് ചെയ്ത് കിടക്കുകയാണ് മൊബൈലും ക്യാമറ ഇതായിട്ട്. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് ഇതില് ക്യാമറ. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ഞാൻ നോക്കിയിട്ട് ഓക്കെ, ഒന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സ്ക്രീൻഷോട്ട് ചെയ്തിട്ട്. ഓക്കെ 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 ഓക്കെ, ഷുവർ, യെസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പോൾ നാളെ മുതൽ എന്താക്കണം, എല്ലാവരും ഇതേപോലെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കുക. അന്നപ്പോൾ നിങ്ങൾക്കും ഒരു അറ്റ്മോസ്ഫിയറിൽ ടോട്ടലി ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്കും കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? റെഡി അല്ലേ? യെസ്. ഓക്കെ, നമുക്ക് സെഷൻസ് കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ മാക്സിമം ഒരു 70 to 80 അല്ലെങ്കിൽ 90% ഓഫ് ടൈം നമുക്ക് എന്താക്കണം, നമ്മളുടെ ലൈഫിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്താക്കണം, സ്മാർട്ട് വർക്ക് ആയിട്ട് കുറഞ്ഞ ടൈം മാത്രം സ്പെൻഡ് ചെയ്തിട്ട് കൂടുതൽ റിസൾട്ട് എന്നുള്ളതാണ് നമ്മളുടെ പോളിസി. വെറുതെ കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് അപ്പുറമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. സോ ടൈമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ളവരൊക്കെ 5 മണിക്കൂർ 6 മണിക്കൂർ എടുത്ത് ചെയ്ത് തീർക്കുന്ന സമയത്ത് നമുക്കൊരു 1 or 2 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് ബാക്കി എന്താക്കുക, നമുക്ക് ജസ്റ്റ് ചുമ്മാ റീൽസും കണ്ടൊക്കെ
നമ്മളുടെ ലൈഫ് എന്താക്കാം നമുക്ക് എൻജോയ് ചെയ്യാം. അവർ വിചാരിക്കും നമ്മൾ റീൽസ് കാണാൻ നമ്മൾ ഓൾറെഡി നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കാം നമ്മളിവിടെ ഇരിക്കുന്നുണ്ടാവുക. അത് അവർക്ക് മനസ്സിലാവുണ്ടാവില്ല. സോ നമുക്ക് എന്താക്കാം നമ്മുടെ ലൈഫ് ഒന്നുകൂടി സ്മാർട്ടർ ആക്കണം ആൻഡ് ഈസിയർ ആക്കണം. ഞാൻ എൻ്റെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഈ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ AI സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് മാത്രമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഈവൻ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ പഠിച്ച് ഡിഗ്രി എക്സാം കഴിഞ്ഞൊരു സ്റ്റുഡൻ്റാണ്. സോ ആ ടൈമിൽ ഞാൻ ഇത്രയും ആളുകൾ എനിക്ക് 25,000 ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ AI മാത്രമാണ്. സോ ആ AIയുടെ ഹെൽപ്പ് മാക്സിമം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്താക്കാൻ പറ്റിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ കോളേജ് ലൈഫും അതേപോലെ തന്നെ എൻ്റെ കമ്പനിയുടെ ഈ കാര്യങ്ങളും ടോട്ടൽ ഒരേപോലെ എനിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. സോ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ എന്താണ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ ടൈമിന് ചെയ്തത് കൊണ്ട് മാത്രമാണ് എന്താക്കാൻ പറ്റിയിട്ടുള്ളത്. എനിക്ക് ഇന്ന് ആ സാധനങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റിയുള്ളത്. സോ ഞാൻ അതിന് എൻ്റെ മിസ് തന്നെ ഇവിടെ ഉണ്ട്, ശാലിന മിസ്. സോ എൻ്റെ ടീച്ചറാണ്, എൻ്റെ കോളേജിലെ ടീച്ചറാണ്. സോ മിസ് തന്നെ ഈ സെഷനിലുണ്ട്. അപ്പം മിസ്സിന് എന്നെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പറ്റും. അപ്പം അതെനിക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് മിസ് തന്നെ ഇതിൽ ജോയിൻ ചെയ്തതിൽ. ഓക്കെ, സ്മാർട്ട് വർക്കാണ് ഇഷ്ടം. ഓക്കെ, ഷുവർ. റീൽസ് കണ്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ മടിയൻ എന്ന് വിളിക്കാതാണ് ഗൈസ്. ഓക്കെ, നമ്മൾ മടിയനാവാതെ എന്താവണം, മടിയനാവണം. അതായത് രണ്ട് രീതിയിലും നമുക്ക് മടിയനാവാം. വർക്ക് ചെയ്തിട്ട് എന്താക്കുക, ഫുള്ളി അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് മടിയൻ എന്നുള്ള രീതിയിലും പോകാൻ വേണ്ടി പറ്റും. പക്ഷേ അതിനപ്പുറമായിട്ട് മാക്സിമം അതിൻ്റെ പൊട്ടൻഷ്യൽ എടുത്തിട്ട് ക്രിയേറ്റീവ് എന്നുള്ള രീതിയിൽ എന്താക്കണം, നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയിട്ടായിരിക്കണം നമ്മൾ AIനെ യൂസ് ചെയ്യേണ്ടത്. എത്തിക്കൽ കൺസേൺസ് അല്ലെങ്കിൽ എത്തിക്കൽ സൈഡിലൂടെ മാത്രമേ എന്താക്കാൻ പാടുള്ളൂ, നമ്മൾ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ, സോ റെഡി അല്ലേ? മുജീബ് ഖാന്റെ ക്യാമറ റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, യെസ് ഓക്കെ. യെസ്. ശാല മിസ്, താങ്ക് യു സോ മച്ച്. യെസ്, ഒരുപാട് പേരുടെ ലൈഫിലേക്ക് നമുക്ക് എന്താക്കണം, ഇനി AIയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടെത്തിയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്താക്കാം, നിങ്ങൾക്ക് ഓപ്പൺലി എന്താക്കാം, ഷെയർ ചെയ്യാം, ചോദിക്കാം. ആ കാര്യങ്ങളൊക്കെ എന്താക്കും, ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. സോ ഇന്ന് ഞാൻ സെഷൻസ് എടുക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി ഇന്ന് എനിക്ക് ഫുള്ളി പ്രിപ്പയർ ആകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് സത്യത്തിൽ ഒന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്. രാവിലെ മുതൽ ഇന്നലെ തിരെ ഉറങ്ങിയിട്ടില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് ഇതൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റാറ്റസ് കണ്ടവർക്കറിയാം. അപ്പം ആ ഒരു രീതിയിൽ പോയതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഫുള്ളി ഒരു മാക്സിമം ഇത് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിലേക്ക് പോയിട്ടുള്ളത്. പ്രാക്ടിക്കൽ സാധനങ്ങൾ എന്തായാലും നാളെ മുതലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു പവറോട് കൂടി തന്നെ നമ്മൾ എന്താക്കും, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പവർ കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേയിൽ തീരെ ഉറക്കം ഇതൊന്നുമില്ലായിരുന്നു. അപ്പം അതുകൊണ്ടുള്ള ചെറിയൊരു ഇഷ്യൂ ആണ്. സോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. സോ അടുത്ത തീയതി മുതൽ നമ്മൾ അടിപൊളിയായിട്ട് പവറാക്കി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, റെഡി അല്ലേ? സോ നാളെ മുതൽ ക്വിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി അല്ലേ എല്ലാവരും? സെറ്റ്, യെസ്. സോ നാളെ മുതൽ എന്താക്കണം, എല്ലാവരും അടിപൊളിയായിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ വരിക. ഓക്കെ, റെഡി ആണല്ലോ? സോ ഇനി വേറെ ആരും എന്തെങ്കിലും ഒന്നും വിചാരിച്ച് ആരും ഇവിടെ എന്നിരിക്കാൻ നിൽക്കണ്ട. വേറെ ആരും ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല. സോ എല്ലാവരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മളെ മാത്രം നോക്കിയാൽ മതി. വേറെ ഒരാളെയും നോക്കേണ്ടിയില്ല. നമ്മളെ സ്ക്രീനിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ആരോ നോക്കിക്കഴിഞ്ഞാൽ അവന് അടിപൊളിയാക്കി ചെയ്ത് നിങ്ങളുടെ ജോബും റീപ്ലേസ് ചെയ്ത് പോവും. സോ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ നിങ്ങളുടെ കോളേജിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലും ഒരു 10-30 ആളുകളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിന്ന ഒരാൾ മാത്രമാണ് എന്താക്കിയിട്ടുള്ളത്, ഇതുപോലത്തെ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരൊക്കെ എന്താക്കി റീപ്ലേസ് ചെയ്ത് പിന്തള്ളിയിട്ട് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. സോ അവിടെ നിങ്ങൾ ഏതായാലും ചാടി. ഇനി ചാടിയത് എന്താക്കണം, അടിപൊളിയായിട്ട് കുളിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, ഒരു മടിയില്ല, ഞങ്ങൾ ചാടില്ലാത്തവർ. ഓക്കെ, സോ ഏതായാലും ഇനി മുങ്ങിയിട്ടുണ്ട്, ഏതായാലും ഇവിടെ വന്ന് ചാടിയിട്ടുണ്ട്. സോ ഇനി ചാടിയത് എന്താക്കണം, നല്ല രീതിയിൽ കുളിച്ചിട്ട് മാത്രമേ ഈ 10 ദിവസം കൊണ്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാൽ നാളെ മുതൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? ഓക്കെ, സോ യെസ്. അങ്ങനെയാണെങ്കിൽ യെസ്, അതാണ് പവർ. യെസ്, ഓക്കെ, യെസ്, അതാണ് പവർ. ഇതിനപ്പുറം ചാടിക്കിടക്കാം നമുക്ക്. ഓക്കെ, ഷുവർ. സോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഇന്നത്തെ സെഷൻസ് വൈൻഡപ്പ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ ടാസ്ക് എല്ലാവരും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. സോ ഗ്രൂപ്പിൽ ഉള്ള കാര്യങ്ങൾ മൊത്തം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്താക്കുന്നുണ്ടാവും,
ഇവിടെ നമ്മളുടെ ടീം മെമ്പേഴ്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. സോ അറ്റ് ദ എൻഡ് ഫൈനൽ ഡേയിൽ ഏറ്റവും ടോപ്പ് പെർഫോമർ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കും, നോട്ട് ചെയ്യുന്നുണ്ടാവും. ടോപ്പ് പെർഫോമർക്ക് നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിനനുസരിച്ച് എന്താക്കുക, നിങ്ങൾ പ്ലാൻ ചെയ്യാൻ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്യാമറ ഓൺ ആക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിനും ഒക്കെ നിങ്ങൾക്ക് എന്തുണ്ട്, ഇവിടെ നമ്മളുടെ ടീം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ എല്ലാവരും ടോപ്പിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സോ മാക്സിമം ടോപ്പിൽ നിങ്ങൾ ബാക്കിയുള്ളവരെ കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ. സോ നമ്മളുടെ ടീം മെമ്പേഴ്സ് എന്തുണ്ട്, ഇവിടെ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ആരാണ് എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യുന്നില്ല, പിന്നെ നിങ്ങൾ ചിലപ്പോൾ പോലെ പോയി ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട്. എന്തായാലും ഇവിടെ നിങ്ങളുടെ ഇടയിലായിട്ട് നമ്മളുടെ ടീം മെമ്പേഴ്സും ഇതിലുണ്ട്. സോ അവരും എന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫുൾ കാര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അടിപൊളിയാക്കുക, എല്ലാവരും ഉഷാറായിട്ട് തന്നെ എന്താക്കുക ചെയ്യുക. നിങ്ങളുടെ ആ റെസ്പോൺസിനനുസരിച്ചായിരിക്കും എൻ്റെ പവറും ബാക്കി ഞാനും ഇടുന്നുണ്ടാവുക. നിങ്ങൾ അടിപൊളിയായിട്ട് റെസ്പോൺസ് തരുന്നുണ്ടെങ്കിൽ എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനും പഠിപ്പിച്ച് തരാനൊക്കെ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനില്ലാണ്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കും ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് അത്ര കിട്ടിയാൽ മതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിന് മാക്സിമം ROI ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കിയിട്ട് വേണം എന്താക്കേണ്ടത്, നമുക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ടത്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഈ ടൈമിങ്ങും എല്ലാവർക്കും ഓക്കെ അല്ലേ? ടൈമിങ്ങിൽ ആർക്കും പ്രശ്നമുള്ളവരൊന്നും ഇല്ലല്ലോ? യെസ്, ഓക്കെ ആണല്ലോ. യെസ്, നൈറ്റ് ആകുമ്പം ഓക്കെ, ബെറ്റർ ആണ്, സീനില്ല. ഓക്കെ, യെസ്, ഓക്കെ ആണ്. ഓക്കെ, നൈസ്. ഓക്കെ, താങ്ക് യു. യെസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഷുവർ. അങ്ങനെയാണെങ്കിൽ എന്താക്കാം, നമുക്ക് ഒരുമിച്ച് ഒരു ഫാമിലിയെ പോലെ നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗമായിട്ട് എന്താക്കാം, നമുക്ക് പോവാം. നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താക്കാം ഓപ്പൺലി ഷെയർ ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കും പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടായിരിക്കും മ്യൂച്വൽ ഗ്രോത്തിലായിരിക്കും എന്താക്കുക നമ്മൾ പോകുന്നുണ്ടാവുക. സോ ആ ഒരു രീതിയിൽ എന്താക്കുക, നമുക്ക് ഇതിനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, റെഡി അല്ല എല്ലാവരും എന്നാൽ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻസ് Yes. എന്താക്കാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഗുഡ് നൈറ്റ് ഗൈസ്. Okay, bye. Thank you. Bye. Good night, sweet dreams.